ഇന്ത്യ മുന്നണിയിലെ പ്രധാനമന്ത്രി മുഖത്തെ സംബന്ധിച്ച അഭിപ്രായ ഭിന്നതകളിൽ നിതീഷ് കുമാറുമായി സംസാരിച്ച രാഹുൽ ഗാന്ധി ഇരുവരും നിലപാടുകൾ ചർച്ച ചെയ്തു. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും. അനൂപ്, പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ് ജന്തർ മന്ദറിൽ. അതിനിടെയാണ് ഇപ്പോൾ ഇക്കാര്യവും മമത, മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള ആളുകളുടെ പേരുകൾ പറയുന്നു. അങ്ങനെ പലവിധ പേരുകൾ ആരാകണം എന്ന ഒരു കൺഫ്യൂഷനൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ചർച്ചയിലൂടെ ഒരു പരിഹാരമാണോ രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്നത്? ഈ ഇന്ത്യ സഖ്യ യോഗത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മമതാ ബാനർജി നിർദ്ദേശിച്ചത്. അരവിന്ദ് കെജ്രിവാൾ പിന്തുണയ്ക്കുകയും ചെയ്തു. ഒരുപക്ഷെ നിതീഷ് കുമാറിന് ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഈ യോഗം കഴിഞ്ഞ ഉടനെ തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കാതെ മടങ്ങുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വിളിച്ച്, നിതീഷ് കുമാറിനെ വിളിച്ച് ഒരു കുഴപ്പത്തിലേക്ക് പോകേണ്ടതില്ല, എല്ലാവരും പിന്നീട് ആലോചിക്കാം ഇത്തരം കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഒരു വിഷയം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാജ്യത്താകമാനം ഇന്ത്യ സഖ്യത്തിന്റെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. നമുക്കതിന്റെ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ജന്തർ മന്ദറിൽ ഇന്ത്യ സഖ്യത്തിന്റെ എംപിമാരെല്ലാം ഇരുന്ന് ജനാധിപത്യത്തെ സംരക്ഷിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധിക്കുകയാണ്. നമുക്ക് കാണാം, മുൻനിരയിൽ തന്നെ കോൺഗ്രസിൽ അധീർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ശരത് പവാറുണ്ട്, തൃച്ചി ശിവയുണ്ട്, ഡി രാജ CPI ഉണ്ട്, ഒപ്പം തന്നെ ജോസ് കെ മാണിയെ കാണാം. മുന്നിൽ തന്നെ മനോജ് RJD കാണാം. രണ്ടാം നിരയിൽ കേരളത്തിൽ എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ പരിപാടി നടക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നിതീഷ് കുമാറുമായി ചർച്ച നടത്തിയെന്ന വാർത്ത കൂടി വരുന്ന. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.